അർബുദ രോഗബാധിതനായ 26-കാരന് അടിയന്തര ചികിത്സയ്ക്കായി സഹായം തേടുന്നു. കീമോ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വേണമെന്നിരിക്കെ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് നിർധന കുടുംബം. വെള്ളറട സ്വദേശിയായ ഇബ്രാഹിം സബീന ദമ്പതികളുടെ മകനായ ഷാമിൻ ഇബ്രാഹിം വിദേശത്ത് ജോലിയിലിരിക്കുമ്പോൾ 2025-ലുണ്ടായ ശാരീരിക ക്ഷീണമാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണമായി കാണുന്നത്. എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം കുടുംബം പോറ്റാൻ വിദേശത്ത് ഡ്രൈവറായി ജോലിക്ക് പോയതാണ് ഷാമിൻ. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് പല ആശുപത്രികളിലായി ചികിത്സ തേടിയപ്പോഴാണ് ബി-സെൽ ലിംഫോമ എന്ന അർബുദമാണ് ഷാമിൻ ഇബ്രാഹിമിന് പിടിപെട്ടതെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ ഇതിനോടകം ലക്ഷങ്ങൾ ചിലവുള്ള 6 കീമോകൾ ഷാമിൻ ചെയ്തെങ്കിലും ഫലം കണ്ടില്ല. ഇനിയും 6 കീമോയും തുടർന്ന് ഹാർട്ടി സെൽ ട്രാൻസ്പ്ലാന്റേഷനും മാത്രമാണ് പരിഹാരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഈ ചികിത്സയ്ക്ക് വേണ്ടത് 60 ലക്ഷത്തോളം രൂപയാണ്. വിദേശത്ത് ബേക്കറിയിലെ തൊഴിലാളിയായിരുന്ന ഷാമിന്റെ പിതാവ് ഇബ്രാഹിമിൻ കടുത്ത അർബുദരോഗം ബാധിച്ചതിനെ തുടർന്ന് കാലുകളിലെ വിരലുകൾ നീക്കം ചെയ്തതോടെ കുടുംബം ജോലി ചെയ്ത് പോറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആകെയുള്ള കുടുംബത്തിന്റെ വരുമാനമാകട്ടെ അമ്മ സബീന ബിവിയുടെ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രം. അച്ഛന്റെയും മകന്റെയും ചികിത്സ എന്നത് സബീനയുടെ വരുമാനത്തിൽ നിന്നാണെന്ന് ചിന്തിക്കുമ്പോൾ ആശങ്കകൾ മാത്രമാണ് ബാക്കി. ആകെയുള്ള 4.5 സെന്റ് സ്ഥലവും വീടും മാത്രമാണ് കുടുംബത്തിന്റെ ഏക സമ്പാദ്യം. അതാണെങ്കിൽ കേരള ബാങ്കിൽ പണയത്തിലും. അടിയന്തരമായി ചികിത്സ ആരംഭിക്കണമെന്ന് ഡോക്ടറിന്റെ നിർദ്ദേശം അടിക്കടി ലഭിക്കുമ്പോഴും ചികിത്സാ ചിലവിനായി വരുന്ന ഭീമമായ തുക ഈ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഇതിനൊരു പരിഹാരം മനുഷ്യസ്നേഹികളിൽ നിന്നുള്ള സഹായത്തോടെ മാത്രമാണ് ഇനി നേടിയെടുക്കാൻ കഴിയൂ എന്ന പ്രതീക്ഷയിലാണ് ഈ 26-കാരന്റെ കുടുംബം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.